പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഈ ചാപ്റ്ററിലെ എസ് എ ആണ് എഫിഷ്യൻസി ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ ഡിറൈവ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട്, ദാറ്റ് ഈസ് എ സി കറണ്ട് I is equal to Im sin omega t. ഔട്ട്പുട്ട് കറണ്ട് ഡി സി ഐ ഡി സി is equal to I ആവറേജ് എടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് കറണ്ട് ഓവർ ദ ഹാഫ് സൈക്കിൾ. That is total current for half cycle divided by total time. Integral 0 to t by 2 Im sin omega t divided by t by 2. That is equal to ഈ 2 ന്യൂമറേറ്ററിലേക്ക് വരും, Im ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് വരും, 2 Im by 2 integral 0 to t by 2 sin omega t dt equal to 2 Im by 2 Im by t into integral of sin omega t dt minus cos omega t by omega integrate from 0 to t by 2. That is equal to minus പുറത്തെടുത്താൽ minus 2 Im divided by t-യും ഒമേഗയും ചേർന്ന് എന്ത് കിട്ടും? 2 omega into cos omega t from 0 to t by 2. ഇനി t omega is equal to t into omega 2 pi by t. t വെട്ടിപ്പോയി നമുക്ക് 2 pi കിട്ടും. അതുകൊണ്ട് ഐ ഡി സി is equal to minus 2 Im by 2 pi into cos ടിക്ക് പകരം t by 2, ടിക്ക് പകരം 0. therefore cos omega t by 2 minus cos 0 എന്ന് കിട്ടും. ഇനി ടിക്ക് പകരം 2 pi by t കൊടുത്താൽ ഒമേഗ ടി ഈക്വൽ ടു 2 pi ആണ്. ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് പൈ കിട്ടും. therefore ഐ ഡി സി is equal to minus Im by pi into cos pi minus cos 0. cos പൈയുടെ വാല്യൂ -1 ആണ്, cos 0യുടെ വാല്യൂ 1 ആണ്. therefore minus Im by pi into -1 -1 കൂടി കൂട്ടി നമുക്ക് -2 കിട്ടും. ആ മൈനസ് ഓഫ് ദ 2ഉം ഈ മൈനസും കൂടി പ്ലസ് ആവും. അതുകൊണ്ട് ഐ ഡി സി പൈ എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് കറണ്ട് ഐ ഡി സി എടുക്കുന്നത് 2 Im by pi. Im is the maximum current. That is the equation for output current in a bridge rectifier circuit. ഇനി ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? പി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഐ ഡി സി സ്ക്വയർ ഇൻറ്റു ആർ എൽ. ഐ ഡി സി എന്ന് പറഞ്ഞാൽ 2 Im by pi. അതിൻ്റെ സ്ക്വയർ എടുത്താൽ 4 Im സ്ക്വയർ ബൈ പൈ സ്ക്വയർ. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 Im സ്ക്വയർ ബൈ പൈ സ്ക്വയർ ഇൻറ്റു ആർ എൽ. ഇനി ബ്രിഡ്ജ് റെക്ടിഫയറിനുള്ള ഇൻപുട്ട് കറണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻപുട്ട് കറണ്ട് ഈസ് കാൽക്കുലേറ്റഡ് IRMS ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. റൂട്ട് മീൻ സ്ക്വയർ ഓഫ് ദ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ഫോർ കാൽക്കുലേഷൻ ഓഫ് IRMSന് വേണ്ടി നമ്മൾ I is equal to Im sin square omega t. സ്ക്വയർ ചെയ്താൽ I square is equal to Im square sin square omega t. ഇനി മീൻ ഓഫ് ദ സ്ക്വയർ IRM സ്ക്വയർ is equal to integral 0 to pi by 2 Im square sin square omega t divided by t by 2. നമ്മൾ ആവറേജ് എടുക്കുകയാണ് ഫോർ ഹാഫ് സൈക്കിൾ ചെയ്യുന്നത് സ്ക്വയർ ഓഫ് ദ കറണ്ടിൻ്റെ. ഇനി ഈ 2 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2 Im സ്ക്വയർ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 Im സ്ക്വയർ ബൈ ടി ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to t by 2 സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി. ഇനി സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. therefore ഐ ആർ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 Im square divided by t into integral 0 to t by 2 1 minus cos 2 omega t all divided by 2 dt. ഇനി ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോവും. ഇൻ്റഗ്രേഷൻ നമ്മൾ സെപ്പറേറ്റ് ഇൻ്റഗ്രേഷൻ ആക്കുകയാണെങ്കിൽ നമുക്ക് IR സ്ക്വയർ ഈസ് ഈക്വൽ ടു Im സ്ക്വയർ ബൈ ടി ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t by 2 1 minus cos 2 omega t dt. സെപ്പറേറ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to t by 2 1 dt മൈനസ് ഇൻ്റഗ്രൽ 0 to t by 2 cos 2 omega t dt. ഇനി ഇൻ്റഗ്രൽ 0 to t by 2 1 dt യുടെ ഇൻ്റഗ്രൽ t ആയിരിക്കും, 0 to t by 2 ആയിരിക്കും.
ഇൻ്റഗ്രൽ 0 to t/2 cos 2 omega t എന്ന് പറയുന്ന ഈ ടേമിൻ്റെ ഇൻ്റഗ്രൽ കണ്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ സീറോസ് ആയിരിക്കും. ആ സ്റ്റെപ്പ് നമ്മൾ കാണിക്കുന്നില്ല. യു ക്യാൻ ഡു. ആൻസർ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? im² t ഇൻറ്റു t ഫ്രം 0 to t/2 0. ഇതിൻ്റെ വാല്യൂസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ t/2 കിട്ടും, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 കിട്ടും. അപ്പോൾ 0 മൈനസ് ചെയ്താൽ t/2 തന്നെ കിട്ടും. ഈ 0 ബാലൻസ് ചെയ്താൽ ഇല്ലാതെ ആയാൽ നമുക്ക് എന്ത് കിട്ടും? im² t ഇൻറ്റു t/2. ടിയും ക്യാൻസൽ ചെയ്താൽ im²/2. therefore IRMS² is equal to im²/2. അതുകൊണ്ട് IRMS is equal to im/√2 എന്ന് കിട്ടും. IRMS is equal to im/√2 for bridge full wave diode rectifier. അതുകൊണ്ട് ഇൻപുട്ട് AC പവർ ഫോർ ബ്രിഡ്ജ് റെക്ടിഫയർ PAC is equal to IRMS² into RL plus 2RF വരും. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന RL ഉണ്ടാവും. ഫോർവേഡായി വർക്ക് ചെയ്യുന്ന ഒരേ സമയത്ത് 2 ഡയോഡും ഉണ്ടാവും. അതുകൊണ്ടാണ് 2RF എന്ന് കൊടുത്ത്. RF is the resistance of the diode at forward biased condition. It is equal to im²/2 into RL plus 2RF എന്ന് കിട്ടും. ഇനി നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. എഫിഷ്യൻസി ഓഫ് ദ ബ്രിഡ്ജ് റെക്ടിഫയർ ഈ കേസിൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ആണ്. ഇവിടെ DC പവർ ഔട്ട്പുട്ടും AC പവർ ഇൻപുട്ടുമാണ് നമുക്കുള്ളത്. ഇനി ഇതിൻ്റെ വാല്യൂസ് നമുക്ക് എന്ത് കിട്ടും? 4im² into RL ആണ്. PAC im²/2 into RL plus 2RF ആണ്. im² വെട്ടിപ്പോവും. ഈ 2 ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ 8 കിട്ടും. π² ഡിനോമിനേറ്റർ ഉണ്ടാവും. therefore efficiency eta is equal to 8 divided by π² into RL divided by RL plus 2RF എന്ന് കിട്ടും. ഇനി 8 divided by π² 3.14 സ്ക്വയർ ചെയ്താൽ നമുക്ക് 0.81 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.812 ഇൻറ്റു RL ഡിവൈഡ് ബൈ RL പ്ലസ് 2RF എന്ന് കിട്ടും. ഇനി ഐഡിയൽ കേസിൻ്റെ ഡയോഡിൻ്റെ കേസിൽ RF എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ RF എന്തായി പോകും? 0 ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ RL ഡിവൈഡ് ബൈ RL എന്ന് വരും. ദറ്റ് മീൻസ് ഇറ്റ് വിൽ ബിക്കം 1. therefore it will be 0.812. therefore for ideal diode bridge diode rectifier efficiency eta is equal to 0.812 എന്ന് എഴുതാം. ഇൻ പെർസെൻറ്റേജിൽ എഴുതുമ്പോൾ eta equal to 81.2 എന്ന് വരും. ഇത് essay ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്.